നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ ടി പി. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ മധു, പൊളിറ്റിക്സ് കൊഴുക്കുകയാണല്ലോ. ഉഷാറായിക്കൊണ്ടിരിക്കല്ലേ? ഒരു വശത്ത് ധ്യാനം, മറുവശത്ത് അതിനെതിരെ ഇലക്ഷൻ കമ്മീഷനിലും കോടതിയിലും എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെ മുഴുവൻ പോകുന്ന ഒരു കൂട്ടം ആൾക്കാര്. പക്ഷെ പ്രധാനമന്ത്രി മൗനത്തില് നല്ല സുഖമായിട്ടുള്ള ധ്യാനത്തിലാണ്. നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ. ഏതായാലും ഭയങ്കര പറയുന്നു രസമായിട്ട്. ഈ മറ്റുള്ളവർക്കൊക്കെ പല ജാതി വേഷം കെട്ടിയിട്ട് പലതും കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി അയാള് മര്യാദ രീതിയിൽ വളരെ വൃത്തിയായിട്ട് ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നതിന് അതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞാല് ഇവരെ ഭയം എന്താണെന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലേ? ഇവർ പേടിച്ച് ചെയ്യുന്നില്ല. അല്ലാണ്ട് ഈ ഇവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ അടുത്തൊക്കെ പോയിട്ട് ഇതൊക്കെ ക്ലാസ് കൊടുത്ത് പിന്നെയും പുള്ളിക്ക് ഒരു ഇത് കൊടുക്കുകയാണ്. ബുദ്ധി ആലോചിച്ച് നോക്ക്. ഇതൊക്കെ കൊണ്ടുവരുന്നത് പുള്ളി ഈ സാധനത്തിനെ അവരെന്നെയാണ് നാട്ടിൽ മുഴുവൻ പ്രൊജക്ട് ചെയ്യുന്നത്. അല്ലേ? ശരിക്കും അങ്ങനെയുള്ള ഒരു കഥയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അല്ല, അത് മാത്രല്ല, അങ്ങേര് ഇത് വളരെ ഇന്നലെ ആ കാറില് ആ സെക്യൂരിറ്റി കോൺവോയില് ആദ്യം മറ്റേ അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോയല്ലോ. അദ്ദേഹം ആരെയും നോക്കുന്നുമില്ല, കൈവീശുന്നുമില്ല. കാരണം 5 മണിക്ക് മറ്റേ പ്രചരണ സമയം അവസാനിച്ചു. സ്ട്രിക്റ്റ് ആയിട്ട് ആ റൂള് പാലിക്കുകയാണ്. ഒരാളോട് കൈവീശി കാണിക്കുക, ചിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. അയാള് 100% അദ്ദേഹം അത് എന്താ പറയാ റൂള് പാലിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ബഹളം ഉണ്ടാക്കിയിട്ട് ഇത് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രചരണമാണ്. ഏത് മറ്റേ നരേന്ദ്രമോദിക്ക് എതിരെയുള്ള ഈ ക്യാമ്പയിൻ ആണ് ശരിക്കുള്ള ഒരു, അതും ശരിക്കും ഒരു ഇലക്ഷൻ തന്നെയല്ല. ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദി മിണ്ടാതെയാണ്, മൗനവ്രതത്തിലാ. ഈ സൈഡിൽ നിന്ന് എന്താണ് ഒച്ച? പിന്നെ ഇലക്ഷന്റെ ഇതിൽ തന്നെ ഉണ്ട്. ഇന്നലെ മുതൽ നിശബ്ദ പ്രചരണമാണ്. അല്ലെ? ഇന്നലെ മുതൽ നിശബ്ദ പ്രചരണം. ഇതിലും മേലെ നിശബ്ദമായിട്ട് പ്രചരണം നടത്താൻ ഇപ്പൊ അയാൾക്ക് എന്നെ സാധിക്കും. കറക്റ്റായിട്ടില്ല, നിശബ്ദ പ്രചരണമാണ്. ഒരു അക്ഷരം ഉണ്ടാതിരിക്കുകയാണ്. അതിനെ പ്രചരിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരും. അതാണ് അതിന്റെ രസം. അതിങ്ങനെ കൊട്ടിഘോഷിച്ച് ചെണ്ടടിച്ച് നടക്കുകയാണ് പത്രക്കാരും. രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഗോർഗെ എല്ലാം കൂടി ഒരു സ്വൈര്യമില്ല. ഇങ്ങനെ ഒറ്റ ബഹളം തന്നെ. അത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഗംഭീരമായി കിട്ടി. നരേന്ദ്രന്റെ ഉണ്ടാക്കി വെച്ച സ്ഥലത്ത് തന്നെ പോയിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ മാത്രല്ല, നിശബ്ദ പ്രചരണത്തിന്റെ കൂടെ ഒരു കാര്യം കൂടി, അദ്ദേഹം നിരാഹാരത്തിലും കൂടിയാണ്. നിരാഹാരത്തിലും കൂടിയാണ്. ഭക്ഷണമില്ല. വെറും വെള്ളവും പിന്നെ പ്രധാനമന്ത്രി ഈ ഒരു പ്രധാനമന്ത്രി അല്ലാതെ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഏതൊക്കെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവൂ? അത് ഇത്ര ദിവസം അധ്വാനായിരുന്നു. 2 ദിവസേ 25 മണിക്കൂർ മിണ്ടാതിരിക്കുക. 216ഓളം ജാഥയിലും 216 പിന്നെ റോഡ് ഷോകളും ഒക്കെ നടത്തിയിട്ട് ഇത്രയും ദിവസം ബഹളം മയത്തിൽ നിന്ന് അദ്ദേഹം അങ്ങനെ പോയി ഇരിക്കുന്നതിന് തന്നെ അദ്ദേഹത്തിന് തൊഴണോ? ഇപ്പൊ കുറെ ആള് പറയുന്നത് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുന്ന മാതിരി അല്ലേ? ഒരു നേരം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന, ഇന്ന് അവിടെ പ്രചരണം, ആദ്യത്തെ 2ാമത്തെ മീറ്റിംഗ്, 3ാമത്തെ റോഡ് ഷോ, അത് കഴിഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് പറക്കുന്നു. ഇതങ്ങനെ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നേരെ പോയിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നു. എന്തൊരു ഒരു പ്രതിഭാസമാണല്ലേ? പിന്നല്ലാണ്ട് ഇപ്പൊ ഇത് നമ്മള് പുള്ളിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയുന്ന അറിയോ? ഇന്നിപ്പോ ഇതേമാതിരി നമ്മളെ മാതിരി തന്നെ യൂട്യൂബിൽ ഒരാൾ പറയുന്നുണ്ടായി. അയാളെന്താ പറയുന്നത് വെച്ചാൽ, ആ വക്കീല് അയാളെന്താ പറഞ്ഞ വെച്ചാല്, അതായത് നരേന്ദ്രമോദിക്ക് ഒരു ദൈവത്തിന്റെ നെറേറ്റീവ് അദ്ദേഹത്തിന്റെ ഭക്തന്മാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ അങ്ങ് പിന്നെ ദൈവം കൊണ്ട് അങ്ങോട്ട് പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ കാലശേഷവും ഒരുപാട് വർഷങ്ങളോളം ഇവിടെ അറിയപ്പെട്ടതായിട്ട്
അദ്ദേഹം ഇങ്ങനെ അവതരിച്ച് നിൽക്കണം, അതിനു വേണ്ടിയുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുള്ളിയുടെ പ്രസംഗത്തിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. പറഞ്ഞിട്ടേ ഇല്ല. ചെറിയ നിസ്വാർത്ഥനായ ഒന്നിനോട് ഒരു ആഗ്രഹമില്ലാത്ത ജീവിതം മുഴുവൻ പിന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യസ്നേഹിയായ ഒരു മനുഷ്യനെ നമ്മളെ ഈ ആയുസ്സിൽ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യ. അല്ല, നമ്മളെ രാജ്യത്ത് അങ്ങനത്തെ ആള് പ്രധാനമന്ത്രിയായി ഇരുന്നു എന്നുള്ളതും അവന് എന്തൊരു ഭാഗ്യം ചെയ്ത നാടാണ്. ഇതിനു മുമ്പത്തെ ഓരോ ഈ മറ്റേ മുടിയനായ പുത്രന്മാരും പുത്രിമാരും ഭരിച്ചിരുന്ന സ്ഥലത്ത് ദരിദ്ര നാട്, ദരിദ്രം, ധർമ്മക്കാരായിരുന്നു നമ്മളൊക്കെ. ധർമ്മക്കാരെന്ന് തന്നെ പറയാ. ഒന്നിനും ഒരു ഗതിയില്ലാത്ത ആൾക്കാരായിരുന്നു. റേഷൻ പീടിയും തരിയും വാങ്ങി എന്തെങ്കിലുമൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു സമയത്ത് അരിക്ക് ക്യൂ നിൽക്കണോ, 1 കിലോ അരിക്ക് ക്യൂ നിൽക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. കിട്ടുന്ന അരിയുടെ ക്വാളിറ്റി ഭയങ്കര തന്നെ ഒരു 3/4 മണിക്കൂറാണ്. ഇവിടുത്തെ ഒരുവിധം മിഷനറികളുടെ പള്ളികളുടെ മുന്നിലൊക്കെ പോയിട്ട് പാൽപ്പൊടിക്ക് ക്യൂ നിൽക്കുക, റവക്ക് ക്യൂ നിൽക്കുക. നമ്മളെ സ്കൂൾ നമ്മൾ കണ്ടതാ അത്. അത് അമേരിക്കൻ നാട്ടിൽ ഒരു വലിച്ചെറിയുന്ന സാധനം കൊണ്ടേ കൊടുത്തിട്ട് അത് തിന്നലായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് 100 ടണ്ണ് സ്വർണ്ണറ്റാണ് RBI ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടില്ലേ. 100 ടണ്ണ് സ്വർണം. അടുത്ത ഭരണത്തിൽ വരുന്നവർക്ക് 2,2.1 ലാക്കോ ക്രോറോ പിന്നെ RBI ഇങ്ങോട്ട് കൊടുക്കുന്ന പറയുന്നത്. ഗവൺമെന്റിന് കൊടുക്കാണ്ട്. എല്ലാ സ്ഥലത്തും ജോളിയാക്കാൻ എല്ലാ സാധനവും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വലിയ ഭരണവും കാര്യങ്ങളെയാണ് ഇയാളൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പത്രങ്ങളൊക്കെ മെനക്കിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കഥയില്ല. ഒരു സംഘം ഈ ഇലക്ഷനിൽ മുഴുവൻ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഈ മാധ്യമങ്ങള് വാർത്തകൾ വളച്ചൊടിച്ചിട്ട് മറ്റേ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക, പിന്നെ അതിന്റെ കൂടെ തന്നെ BJP മറ്റേ ഈ ഇലക്ഷൻ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിൽ ഒരു ശരിക്കുള്ളൊരു ഒരു ഡിസ്ഇൻഫർമേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുകയായിരുന്നു ടോപ്പ് ടു ബോട്ടം. മീഡിയ ഇതിൽ പ്രത്യേകിച്ച് മലയാളം മീഡിയയിലൊന്നും പറയും വേണ്ട. ഏറ്റവും മുകളിലിരിക്കുന്ന ആള് മുതൽ താഴെ മറ്റേ ഫീൽഡിലുള്ള റിപ്പോർട്ടർ വരെ ആഞ്ഞു ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു എന്തെങ്കിലും കുറച്ച് ബൈറ്റ് ആവും. അതിൽ തന്നെ ചിലരൊക്കെ പരിഹാസ്യമായിരുന്നു. ഈ ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിനെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്നില്ല. കിട്ടാഞ്ഞിട്ട് ലിഭ്യനായിട്ട് അത് എന്തോ പറഞ്ഞിട്ട് ഒപ്പിക്കുകയാണ്. അവസാനം വരെ ഒപ്പിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ തന്നെ പോയിട്ട് പിന്നെ അവസാനം ഇവര് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണണമായിരുന്നു. കാരണം ഇവർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് 280, 270, ചിലപ്പോൾ 250 ആകാനും എന്ത് തന്നെ ആയാലും നരേന്ദ്രമോദിക്കെതിരായി കൊണ്ട് ഒരു ആന്റി ഇൻകംബറൻസ് ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസമാണ് മറ്റവർക്ക് എന്നൊക്കെ ആക്കി അതന്നെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ രഘുവംശം എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടല്ലോ, പ്രസാദ് രഘുവംശം, അയാൾക്കൊക്കെ എന്താണ് രാജ്യത്തിനോട് ഇത്ര വിരോധം എന്നില്ലത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ശേഖർ ഗുപ്ത ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നരേന്ദ്രമോദിക്ക് മറ്റേ ഈ പ്രശസ്ത വിജയം കൈവരിക്കാൻ പറ്റിയതും BJPക്ക് 300-ൽ കൂടുതൽ സീറ്റ് കിട്ടിയതും ശരിക്കും അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഫീൽഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ജേർണലിസ്റ്റുകളുടെ നമ്മുടെ അഹങ്കാരം നമ്മളെ അത് പറയാൻ സമ്മതിച്ചില്ല. ഈ പ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇവരെടുത്തിട്ടുള്ള ലൈനിന് വിരുദ്ധമായിട്ട് അവിടെ കാണുന്നത് മറ്റേ നെഞ്ചുയർത്തി വിളിച്ചു പറയാനുള്ള ധൈര്യം മാധ്യമ സുഹൃത്തുക്കൾക്കില്ല. ഈ മാധ്യമ സുഹൃത്തുക്കളൊക്കെ പഴയ SFIക്കാരാ, പഴയ കമ്മ്യൂണിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റ് ആ ഒരു ഇതിലൂടെ വളർന്നു വന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ഇപ്പോഴും ചായ്വ് അങ്ങോട്ടാണ്. എന്ത് തന്നെയായ അതിനെ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനെ കൊണ്ട് ഏത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും സത്യമായി പറയാനില്ല തന്റെ അതിന്റെ മാത്രല്ല റിസൾട്ട് വന്നിട്ടേ ഇതേ ആൾക്കാർ വീണ്ടും സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതികൾ പറയുമ്പോ അതാണ് രണ്ടും ജനം കാണില്ലേ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വല്ലാതെ ഇതിങ്ങനെ പറയുമ്പോ ഞാൻ അതിന്റെ അടിയിൽ എഴുതിയിട്ട് ചോദിച്ചിരുന്നു അവരോട്,
നിങ്ങൾ രാവിലെ എന്ത് മരുന്നാ കഴിക്കുന്നതെന്ന് ഇത്ര ഉളുപ്പില്ലാണ്ടാകാൻ. ഈ ഉളുപ്പില്ലാണ്ടായിട്ട് ഇങ്ങനെ വൃത്തികേട് വിളിച്ചു പറയാൻ 4-ാം തീയതി മാറ്റി പറയണ്ടേ? അപ്പൊ ഇത് അതിന്റെ മരുന്ന് എന്താന്നില്ലെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കൊന്ന് കഴിച്ചു നോക്കേനെ എവിടെയെങ്കിലൊക്കെ പോകും. ഈ ഉളുപ്പില്ലാണ്ടിരിക്കാനില്ല മരുന്നേ, അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു മരുന്നുണ്ടോ ഉണ്ട് തോന്നുന്നു. അല്ല ഉണ്ടാവും. മറ്റേ എന്താ പറയാ, മാധ്യമ മുതലാളിമാരുടെ കയ്യിൽ എന്തായാലും ഉണ്ട്. അവരാണ് എനിക്ക് തോന്നുന്നു ഇഞ്ചക്ഷൻ ആണെന്നാണ്. കാരണം അടിച്ച ഉടനെ ഇഫക്റ്റ് ആണ്. അടിച്ച് 10 മിനിറ്റിനുള്ളിൽ അത് അവർ ഉദ്ദേശിക്കുന്ന അതുപോലെ ഇവിടെ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഒരു മുട്ടയുണ്ട്, അത് 24 മണിക്കൂർ നിൽക്കുന്നുണ്ട് അതിന്റെ ഇഫക്റ്റ്. എന്താണ് പിന്നെ നമ്മളെ നികേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ പേരെന്നെ പറയുക, നികേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ കാളില് അയാളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കഥകളുണ്ടല്ലോ, ഇത്രയും മോശമായാണ്. നിങ്ങളും ജേർണലിസം പഠിച്ച ആളല്ലേ, ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കലുണ്ടോ? നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയാൻ ഒരാളെ താഴ്ത്തി പിന്നെ ഇനി അങ്ങോട്ട് മോശമാക്കി പറഞ്ഞ് അയാളെ തറവാട് വരെ ഇല്ലാണ്ടാക്കി കളയുന്ന തരത്തിലാണ് പറയുക. അല്ല അത് മാത്രല്ല, മറ്റേ ഇലക്ഷൻ മറ്റേ എന്താ പറയാ, ഇന്ത്യ അലയൻസ് മറ്റേ മന്ത്രിസഭ രൂപീകരണ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞതാ. കുഞ്ഞാലിക്കുട്ടി വൈസ് അങ്ങനത്തെ പ്രസിഡന്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ മറ്റേ ഡൽഹിയിൽ ചർച്ച നടത്താനുള്ള ശ്രമങ്ങളുണ്ട്. ശരിക്കും കണ്ണടച്ചിരുട്ടാക്കാന്നല്ലാണ്ട് വേറെന്താ പറയാ ഇതിന്? എന്താ അതിന് പറയാ? ഇനി അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മളും ഇപ്പൊ ഇത്രയും വയസ്സിന്റെ ഇടയിൽ ഒരുപാട് ഇലക്ഷൻ, ഒരുപാട് തെരഞ്ഞെടുപ്പിന് നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാരാണ്. നമുക്ക് തന്നെ ഒന്നും അനാലിസിസ് ഒന്നും എടുക്കാൻ അറിയാത്ത നമുക്ക് വരെ മനസ്സിലാകും ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അല്ല അത് മാത്രല്ല, എന്താ ഉള്ളത്? ഈ നരേന്ദ്രമോദിക്കെതിരെ ഒരു ആരോപണം ഉണ്ടോ? അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടോ? എന്തെങ്കിലും വലിയൊരു മറ്റേ കുംഭകോണം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ, ക്ലീൻ ആണ്. ഒരാരോപണം ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇയാൾ അമ്പലത്തിൽ പോകുന്ന ആരോപണം ഹിന്ദുവിനെതിരെ അല്ല, ഹിന്ദുവിന് സപ്പോർട്ട്, ന്യൂനപക്ഷത്തിനെതിരായി കൊണ്ട് ഇയാൾ എന്താ ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. മുസ്ലിം പെണ്ണുങ്ങൾ ഒന്നായിട്ട് തലാക്ക് ബോർഡ് അങ്ങോട്ടെന്ന് പറയുന്നത് നിർത്തി. അത് ഇയാൾ തെറ്റൊന്നല്ല ചെയ്തത്. പിന്നെ നല്ല കാര്യം തന്നെ, അതിന് സപ്പോർട്ടും ഉണ്ട്. അതിന് മുസ്ലിം സ്ത്രീകളുടെ നല്ലൊരു ശതമാനത്തിന്റെ നല്ലൊരു വിഭാഗത്തിന്റെ സപ്പോർട്ടും ഉണ്ട് അതിന്. പിന്നെ അവിടെ ആ കാശ്മീരിൽ ആ 370 പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 8,000 കോടി എത്താൻ പോലും പിന്നെ ഈ പ്രാവശ്യത്തെ ടൂറിസ്റ്റ് വരുമാനം അവിടെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ടില്ല നടക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് എവിടെയും എത്തിപ്പോയി. ആൾക്കാർ ഇഷ്ടമാതിരി പോവല്ലോ അവിടെ. ബുക്കിംഗ് ഇൻഫാക്ട് ക്യൂ ആണ് അവിടെ ശരിക്ക്. മറ്റേ ഇതിനൊക്കെ വേണ്ടിട്ട് അത്ര ഇതാണ്. അവിടുത്തെ ആൾക്കാരും വളരെ സന്തോഷത്തിലാണ്. അതെ, അത് അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിൽ കണ്ടല്ലോ. കണ്ടു. വോട്ടിംഗ് ശതമാനം റെക്കോർഡ് വോട്ടിംഗ് ആയിരുന്നില്ല ഇപ്രാവശ്യം. ഏതെങ്കിലും ഒരു ജനത അവര് സന്തുഷ്ടരല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അവര് വോട്ട് ചെയ്യില്ലല്ലോ. 2 കാരണങ്ങളുണ്ടല്ലോ വോട്ടിംഗ് ശതമാനം കൂടെ. ഒന്ന്, ഒരു ഗവൺമെന്റിനെ പുറത്താക്കാൻ. ഇപ്പൊ അവിടെ ഗവൺമെന്റ് ഇല്ല, അപ്പൊ അത് പുറത്താക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ വേറെ ഒന്ന്, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ഗവൺമെന്റ് 3 കൊല്ലത്തിന് ശേഷം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആൾക്കാർ പുറത്തിറങ്ങി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന്, വോട്ട് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. രണ്ടാമത്, അവരൊരു നന്ദി പറയാണ് മോദി സർക്കാരിനോട്. കഴിഞ്ഞ ദിവസം മോഡി പോയ ഒരു പരിപാടിയിലൊക്കെ അവിടുത്തെ ആൾക്കാര് ഡാൻസ് ചെയ്യാണ്. നമ്മളിപ്പോ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വർഗീയതയൊന്നല്ല നമ്മൾ. നമുക്ക് ഇതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിച്ചത്. ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകണം. ഈ പത്രങ്ങളും ഈ ന്യൂസ് പറയുന്ന ആൾക്കാരും ഇല്ലാണ്ടായാൽ തന്നെ ഇവര് എന്താണ് ഈ മറ്റേ ആടിനെ കൊണ്ട് ഇങ്ങനെ അടിപ്പിച്ചിട്ട് നടുവെന്ന് ചെന്നായി ഇങ്ങനെ ചോര കുടിക്കല് ആ ഒരു പണിയാണ് ഇവര് ചെയ്യുന്നത്. ഇതിന് ജേർണലിസം എന്ന് പറയാൻ പറ്റൂല. അല്ല, പക്ഷെ ഭാഗ്യത്തിന് അവരുടെ കളിക്കൊന്നും പക്ഷെ മോദിനെ കിട്ടില്ല. മോദി മന്ത്രിസഭയത്തോ അല്ലെങ്കിൽ BJP ഒരു നേതാവിനെയോ അതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവരിങ്ങനെ സ്വയം അതന്നെയല്ല അയാൾ ആദ്യം തന്നെ ഇവര് ഒരൊറ്റ ഒന്നിനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ലല്ലോ. ഒന്നിനെ പോലും അങ്ങോട്ട് കയറ്റിയിട്ടില്ലല്ലോ. പോയി പണി നോക്കുന്ന പറഞ്ഞത്. ഇങ്ങോട്ട് ആരും വരണ്ട.
ദൂരദർശന്റെ ആൾക്കാരെയും അത് കൊണ്ടുപോകും. ഭംഗിയായിട്ട് ഇനിയിപ്പോ മാത്രമല്ല അടുത്ത എത്ര മറ്റേ കൊല്ലത്തേക്കുള്ള അഡ്വാൻസ്ഡ് പ്ലാനിങ്ങാ നടക്കുന്നതെന്ന് അറിയോ? പിന്നെ ഇപ്പൊ ഗവൺമെന്റ് തന്നെ പ്ലാനിങ്ങും ഇദ്ദേഹമൊക്കെ കഴിഞ്ഞാൽ എല്ലാം റെഡിയാ. ഇദ്ദേഹമൊക്കെ മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് വരെ റെഡിയാണ്. അതെ, കാരണം അയാൾക്ക് ഒരു നിമിഷം അയാൾക്ക് വേസ്റ്റ് ആക്കണമെന്നില്ല, നേരെ പണി തുടങ്ങാനാവളാണ്. പിന്നെ അത്രേ ഉള്ളൂ. ഇദ്ദേഹമൊക്കെ അല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം എങ്ങനെ ഉണ്ടാവും ചിന്തിക്കാൻ പറ്റൂല. അതെ, അല്ലേ? ശരിയാണ്. അതേമാതിരി ഇപ്പൊ അദ്ദേഹത്തിന് വേറൊരു സംഗതിയാണ്, മറ്റേ മഹാത്മാഗാന്ധിനെ മോശമാക്കി പറഞ്ഞു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഈ പറയുന്ന മലയാളത്തിൽ ഈ പറയുന്ന ആൾക്കാർക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒന്നിക്കൽ ഹിന്ദി മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഇടക്ക് പറഞ്ഞ ഇംഗ്ലീഷിൽ എഴുതി കാണിച്ച ആ സംഗതി വായിക്കാനില്ല വിവരവും ഈ പിന്നെ നമ്മളെ മാപ്ര എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ? അതെ, അത് ആദ്യത്തെ മറ്റേ പ്രാവശ്യമല്ല അങ്ങനെ നടക്കുന്നത്. അത് ഇതിനു മുമ്പും പല സംഗതികള് മറ്റേ നരേന്ദ്രമോദി പറയുന്നതും ഇവിടെ മറ്റേ മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും രണ്ട് സംഗതിയാണ്. രണ്ട് സംഗതി അവർക്ക് അറിയില്ല അതെന്താ. അത് ഇവര് ഇവിടുത്തെ ശരിക്കും പഠിച്ച ആൾക്കാരല്ലേ. നമ്മളെ പഴയ ക്ലീനാട് സ്കൂളിലും മറ്റേ അഴിയൊക്കെ പഠിച്ചിട്ട് എങ്ങനെയോ ഒരു ഡിപ്ലോമയൊക്കെ ഈ ഇതില് ജേർണലിസത്തിൽ അങ്ങോട്ട് കിട്ടുകയാണ്. കിട്ടിക്കഴിയുമ്പോ മനോരമ, മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞ ഇവരെല്ലാം കൂടി വിളിച്ചിരുത്തി ഇവരെ കൊണ്ട് ഇങ്ങനെ എന്നാ പറഞ്ഞ മക്കളെ എതിരായിട്ട് പറഞ്ഞോന്ന് പറഞ്ഞ് ഉന്തി വിടുകയല്ലേ. അല്ലാണ്ട് ഇതൊക്കെ നല്ല മാത്രല്ല നമ്മള് വേറൊരു കാര്യം മറക്കരുത്. ഇപ്പൊ നാളെ അവസാനത്തെ ഫേസ് പോളിംഗ് ആണല്ലോ. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയാണ് മറ്റേ പ്രധാനമന്ത്രി ആകാൻ ഏറ്റവും യോഗ്യൻ ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നു എന്നുള്ള തരത്തില് അഭിപ്രായ സർവേ പബ്ലിഷ് ചെയ്ത ആൾക്കാർ നമ്മൾ മറക്കരുത്. അത് ആലോചിക്കാൻ പറ്റുമോ? ശരിക്കും രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്യണം ശരിക്ക്. ഇത്രയും അല്ലെ, അവർക്ക് പോലും ഇല്ലാത്തൊരു ആത്മവിശ്വാസമാണ് അതും പബ്ലിഷ് ചെയ്യുന്ന അവരെ ചാനലിൽ കൊടുക്കുന്നു. സമ്മതിക്കണല്ലേ, ഭയങ്കരം തന്നെയാണ്. ഒല്ലിക്കട്ടിക്കില്ല മരുന്നുണ്ടല്ലോ, അത് വല്ലാത്തൊരു സാധന. അത് ഏത് കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്നതില്ലത് ആലോചിക്കേണ്ട സംഗതി തന്നെയാണ്. എന്തൊരു സാധനമാണ് കഴിക്കുന്നത്. അല്ല, ഇവർ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഈ അഭിപ്രായ സർവേ നടത്തുന്ന ഈ ഏജൻസികൾക്ക് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുക ഞാൻ. കാരണം അവരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പോട്ടെ, ഇത് പിന്നെ ഓരോ പത്രത്തിനോ ഓരോ മാധ്യമ സ്ഥാപനത്തിനോ ഒരു ഇതുണ്ട്, ഒരു ലേബൽ ഉണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അറിയാം ഇവരെന്താണ്, ഇവരുടെ അടുത്ത് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, ഇതാണ് ഇവരെ കയ്യിലിരിപ്പ്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് അവര് പൊളിറ്റിക്സ് മാത്രമല്ലല്ലോ സർവേ ചെയ്യുന്നത്, അവരുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഒരു 2 സർവേ അവരെ പേരും വെച്ചിട്ടില്ലേ വരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് ഒരു പത്രം കൊടുത്ത ഫസ്റ്റ് ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന്റെ മുന്നേ ഒന്ന് കൊടുത്തിരുന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊക്കെ ഇല്ല ഈ BJP എന്ന് പറഞ്ഞ പാർട്ടി ഇല്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ല. നമ്മക്ക് തന്നെ ബേജാറായി. ഇപ്പൊ നമ്മൾ ഇതിലൊക്കെയാണ് പണ്ട് വർക്ക് ചെയ്തിരുന്നതെന്ന് തോന്നിപ്പോ. അങ്ങനെ പറയല്ലേ, വല്ലാത്തൊരു തന്നെയാണിത്. മാത്രല്ല നമ്മൾ പോയി കാണുന്ന, നേരിട്ട് കാണുന്ന കേരളം ആണോ എന്ന് വരെ തോന്നിപ്പോ. അതോ ഇത് വല്ല മാർസോ അല്ലെങ്കിൽ യുറാനസ് ഒക്കെ ആണോ തോന്നിപ്പോ. കഷ്ടം, വല്ലാത്തൊരു കഷ്ടം തന്നെയാണിത്. ഇവരെ ഇനിയും സഹിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നിയമവും കാര്യങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യം. ജനാധിപത്യത്തിന്റെ ഒരു തൂണ് തന്നെയാണ് പിന്നെ ജേർണലിസം, അല്ലെങ്കിൽ നമ്മളെ എന്ന് പറയുന്നത് ഒരു തൂണാണ്, ഒരു പില്ലർ തന്നെയാണത്. 4 തൂണുള്ള ഒരു തൂണ് തന്നെയാണ്. പക്ഷേ ആ തൂണ് ജാതി തുരുമ്പിടിച്ച തൂണായി പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വേറെ ഒന്നും ആക്കണം എന്നില്ല, യാതൊരു സംശയവും ഇല്ല. അല്ലേ? ഇടിഞ്ഞു പൊളിഞ്ഞ് സിമെന്റ് ഒക്കെ പോയി കംപ്ലീറ്റ് പഴയ ചിരണ്ടമേസ് ഉണ്ടാക്കിയ പഴയ സാധനത്താണ്. അതെല്ലാം കൂടി മാറ്റണത് അല്ലേ? ചിരണ്ടമേസിനെ പറയരുത്, കാരണം ചിരണ്ടമേസിന് ഉണ്ടാക്കിയത് എത്രയോ കൊല്ലങ്ങൾ നിൽക്കുന്ന സാധനങ്ങളാണ്. ഇതില് അത് പറയാൻ പറ്റില്ല. ഇത് മറ്റേ PWD കോൺട്രാക്ടർമാരുണ്ടാക്കിയ അതിനാണ് പുതിയ ചിരണ്ടന്മാര്. പുതിയ ആരും പേര് അറിയാൻ പറ്റില്ല. അല്ല, പുതിയ PWD കോൺട്രാക്ടർമാരൊക്കെ ഇല്ലേ, മറ്റേ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് 2 മാസം ആവുമ്പോഴേക്കും പൊളിഞ്ഞു വീഴുന്ന ഒരു പ്രതിഭാസമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരായിട്ട് കമ്പയർ ചെയ്യണം ശരിക്കും, കാരണം ജീർണത അവിടെയൊക്കെയാണുള്ളത്. അല്ല, ഞാൻ അയാളെ പറഞ്ഞത് അത്രയും കാലം പഴക്കം, പഴയ ഒരു വലിയ സംഭവം അയാളുടെ അഭിമാനം ഇനി കോഴിക്കോടിന്റെ.
അയാളൊക്കെ നമ്മളൊക്കെ ബീച്ച് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കിയ ആളാണ് അയാള്. പിന്നെ കല്ലായിപ്പാലം ബീച്ച് ഹോസ്പിറ്റല്, ആകാശവാണി, മെഡിക്കൽ കോളേജ്, കല്ലായിപ്പാലത്തിന്റെ പണിയൊക്കെ എടുത്തത് മുള്ളിഞ്ഞെന്ന് തോന്നുന്നു. അറിയില്ല, പക്ഷെ മെഡിക്കൽ കോളേജ് മൂപ്പരനായിരുന്നു. കോളേജ് അങ്ങനെ വലിയ വലിയ പണിയൊക്കെ എടുത്തിട്ട് ആളാണ്. പിന്നെ കൂട്ടത്തിൽ പറയുമ്പോ എപ്പോഴും മേസ്ത്രിമാരുടെ പേര് പഴയ ഒരാളെ പേരങ്ങ് പറഞ്ഞു പോയി പോട്ടെ. അങ്ങനെ വലിയ പിന്നെ ഒരു തൂണ് എന്തായാലും പൊളിച്ചു മാറ്റിയിട്ട് വേറെ നല്ലൊരു സിമെന്റ് ഒക്കെ ഇട്ട് നല്ല തൂണ് ഉണ്ടാക്കണം എന്നില്ല കാര്യത്തിന്. അതിനൊക്കെ വേണ്ടിയിട്ട് സർക്കാർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം. അതിനൊക്കെ ഇങ്ങനെ അഴിച്ചു വിടുന്നതിനൊരു അർത്ഥമില്ല. എന്ത് തോന്നിയ മാസമാണ് വൈകുന്നേരം 6:30 മണിയായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കേൾക്കുക. ഇങ്ങനെ കുറെ 3-4 ആൾക്കാർ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. എന്താണ് ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പലപ്പോഴും ഇങ്ങനെ കയറിച്ചിന്റെ പഴയ വിപ്ലവമൊക്കെ എനിക്ക് ഇടക്ക് ഇങ്ങനെ തളച്ചിങ്ങനെ വന്നു പോലുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഒരു രക്ഷയില്ലല്ലോ വിചാരിച്ചിട്ട് മുണ്ടാണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും കുടിക്കില്ല. അപ്പത്തെ കോടതിയിൽ പോയിട്ട് കടലാസ് കൊടുക്കുമല്ലോ. അപ്പൊ കോടതിന്റെ കോടതി കൊടുക്കും. അല്ലെങ്കിൽ മറ്റേ കേരള മുഖ്യമന്ത്രിയുടെ അവിടെ ഇത് ഒരു പ്രത്യേക സെല്ല് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും, ഉടനെ ആക്ഷൻ എടുക്കും. അങ്ങനെയൊക്കെ പലതുണ്ട്. എന്തായാലും നമുക്ക് ഒരു കാര്യം പ്രതീക്ഷിക്കാം. ജൂൺ 4-ാം തീയതി കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഇന്ത്യൻ ജനത അറിയിക്കും. നമുക്ക് ഇപ്പൊ ജൂൺ 1-ാം തീയതി, ഇപ്പൊ നാളെ അവസാനത്തെ ഫേസ് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു 6 മണിയോടുകൂടി എക്സിറ്റ് പോളൊക്കെ വരാൻ തുടങ്ങും. എക്സിറ്റ് പോൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏകദേശ ചിത്രം, നല്ല വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതും നമ്മളെ ദേശീയ മാധ്യമങ്ങൾ നോക്കേണ്ടി വരും. അല്ലാണ്ട് നമ്മളെ മാധ്യമങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നരേന്ദ്രമോദിനെ കാണാനുണ്ടാവില്ല. അതെ. അല്ല, അത് പക്ഷെ ഇവര് വേറൊരു കാര്യം ചെയ്യും. ഇവരാരും അങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഇവര് ആരും ഇതാക്കാൻ നിൽക്കില്ല. ഇവര് നേരെ മറ്റേത് എടുത്തിട്ട് ഞങ്ങൾ ഇന്ന പറഞ്ഞിട്ടുള്ള അതൊരു സംഗതി അവിടെ പൈസ ലാഭിച്ചിട്ട് സത്യം വിളിച്ച് പറയേണ്ടി വരും. കാരണം പക്ഷെ അപ്പോഴും പറയും ഇത് എക്സിറ്റ് പോൾ ആണ്, 4-ാം തീയതി ശരിക്കുള്ളത് വരുമ്പോ ചിലപ്പോ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും അതിന് കാത്തിരിക്കാം. നമ്മള് 1-ാം തീയതിയാണ്. 1-ാം തീയതി ഇത് ഇപ്പൊ നാളെ ലാസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞ് എക്സിറ്റ് പോള് നമ്മള് തിങ്കളാഴ്ച രാത്രി വീണ്ടും കാണുന്നവരെ അന്ന് നമുക്ക് ഏകദേശം കുറച്ചും കൂടി ഒരു എക്സിറ്റ് പോളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. ഈ കിസ പറച്ചിൽ വീഡിയോ പറയും. അല്ല, ഈ കിസ പറച്ചിൽ ഇന്നോട് ഇവിടെ അവസാനിപ്പിക്കുക. ഇനി എക്സിറ്റ് പോളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇവരൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുമോ എന്നില്ല എന്തൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അതാ നല്ലത്. ഈ സാധനം അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.